ഹലോ എവരി വൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റുമാണ്. വെൽക്കം ടു മാക്സ്റ്റിക് മീഡിയ. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മനോജ് കാവുങ്കൽ. ഈ സുധീർ സാലി ഈ സംവിധാനം ചെയ്ത പ്രേതങ്ങളുടെ കൂട്ടം എന്ന സിനിമയിൽ 2 ചെറിയ പാട്ട് എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സിനിമയിൽ പാട്ട് എഴുതുന്നത്. ഞാൻ എഴുതിയ 2 പാട്ടും മ്യൂസിക് ചെയ്തത് എൻ്റെ അനിയൻ കൂടിയാണ്. തമ്മിലൊരു ബന്ധം കൂടി ഉണ്ടല്ലേ? അനിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങനെയാണ്, അനിയനാണ്. അപ്പോൾ ആളുടെ പേരെന്താണ്? പേര് ശ്രീശങ്കർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. കാരണം ഈണം കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണല്ലോ. അതെ, എനിക്ക് സുധീരേട്ടൻ്റെ മുന്നേ അറിയാം. നമ്മളൊരു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞാണ് ഈ ഫിലിമിലേക്ക് വരുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ്. അങ്ങനെ ഇതുപോലെ 2 പാട്ടുണ്ട്, ഒരെണ്ണം ഓർക്കസ്ട്ര ചെയ്യണം അങ്ങനെ പറഞ്ഞ് അങ്ങനെ വേഗം അപ്രതീക്ഷിതമായിട്ട് കോണ്ടാക്ട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ ക്രൂവിൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ? ക്രൂ അധികം എനിക്ക് വേറെ ക്രൂ ഞങ്ങൾ ടോട്ടൽ ഫിലിം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. വേറെ അതുകൊണ്ട് അധികം ക്രൂ മെമ്പേഴ്സുമായിട്ട് കണക്ഷൻ ഇല്ല. ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് പേരോട് സംസാരിച്ച് പരിചയപ്പെട്ടതാണ്. അപ്പം നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പാട്ടും മ്യൂസിക്കും. അപ്പോൾ ഈ ഒരു പടത്തിന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? പടത്തിനെ പറ്റി പറയാൻ നമ്മൾ ഒരു പാട്ട് എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഡയറക്ടർ പറഞ്ഞു തരും. നമുക്കിപ്പോൾ ലൊക്കേഷനിൽ വന്ന് ഷൂട്ടിങ് കണ്ടിട്ടുമല്ല, അപ്പോൾ ഒരു കഥാ സന്ദർഭം പറഞ്ഞു തരിക, എന്താണ് നമ്മൾ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ കേട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ഒരു പ്രമേയമാണ്, നല്ലൊരു സിനിമയുടെയൊക്കെ പറ്റിയൊരു പ്രമേയമാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യം, അതിൻ്റെ എന്താണ് സിറ്റുവേഷൻ എന്നവർ പറഞ്ഞു തരും. അപ്പോൾ ആ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ അതിന് വരികൾ എഴുതുന്നു, അതിന് ആപ്റ്റായിട്ടൊരു മ്യൂസിക്. ഇപ്പം ഈ 2 പാട്ടും ഇതിൽ ഇവൻ അനിയനാണ്, അവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മ്യൂസിക് തന്നിട്ടാണ് നമ്മൾ പാട്ട് സന്ദർഭത്തിനനുസരിച്ച് പാട്ട് എഴുതി. പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെ നിങ്ങൾ തന്നെയാണോ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പുറത്ത് ഇപ്പോൾ ഞാൻ എറണാകുളത്താണെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ കറക്ഷൻ നടക്കാറുണ്ട്. അങ്ങനെ ഓഡിയോ അയച്ചിട്ട് എളുപ്പമാണ്. നമ്മൾ ഇപ്പം ഞാൻ എന്തെങ്കിലും തോന്നുമ്പോഴായിരിക്കും ഓഡിയോ അയച്ചിരുന്നത്. ചിലപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോൾ മണിയാണ് കണ്ടിട്ട് തിരുത്തി അയക്കും. അങ്ങനെ ഡിസ്കഷൻ പോകാറുണ്ട്. ഇത്ര യങ് ഏജിലൊരു മ്യൂസിക് ഡയറക്ടർ എന്ന് ഇങ്ങനെ ആഗ്രഹമായിരുന്നു. അത് ഇപ്പം ഇതിപ്പോൾ ഒരു സിനിമയുടെ ഭാഗമാകുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രൂപത്തിൽ ശ്രീശങ്കർ ഇത് ആദ്യമായിട്ടാണെങ്കിലും ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മറ്റു ഭാഗങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. നിരവധി ഷോർട്ട് ഫിലിമിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് സംഗീതവും പാട്ടും ആൽബങ്ങളുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഡെവലപ്പ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ അറിയില്ലേ, പാട്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര സോളാണെന്നൊക്കെ. അപ്പോൾ ഈ സിനിമയുടെ ഒരു സോളായിട്ട് കരുതാൻ പറ്റുന്ന പാട്ടുകളും മ്യൂസിക്കും എല്ലാം അതിപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന 2 പാട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ഒരു പ്രമോ സോങ് പോലെ ഒരു പാട്ടുണ്ട്. അത് ഏകദേശം ഈ പടത്തിൻ്റെ ടോട്ടാലിറ്റിയെ കവർ ചെയ്യുന്ന ഒരു പാട്ടാണ്. അതൊരു പവർഫുള്ളായിട്ടുള്ളൊരു പാട്ടാണ്. അത് പടത്തിൽ അതിൻ്റെ അവർ പറഞ്ഞ് തന്ന സന്ദർഭങ്ങൾ പറഞ്ഞ് തന്നതിൻ്റെയും ഈ പടത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു കഥ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്ന സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തതാണ്. ആ പാട്ട് ഏകദേശം ഈ പടത്തിൻ്റെ ഫുള്ള് ഒരു കഥാതന്തുവെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പാട്ടാണ്. പിന്നെ മറ്റൊരു പാട്ടൊരു സർപ്പ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സിറ്റുവേഷൻ പാട്ടാണ്. പിന്നെ ഞാൻ കൂടാതെ മറ്റ് 2 പേര് കൂടി ഉണ്ട്, ലിറിക്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല.